ഹായ്, ഞാൻ ബാലകൃഷ്ണൻ പാപ്പനശ്ശേരി. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം ഗ്രീക്ക് നാടകവേദിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ഞാൻ പറഞ്ഞതിൽ നിന്നും കൂട്ടിച്ചേർക്കാൻ വല്ലവർക്കും തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. എങ്കിലേ നമുക്ക് പരസ്പരം ഒരു കൊടുത്തു വാങ്ങൽ സംഭവിക്കും. ഏതായാലും ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ മലയാള നാടകവേദിയുടെ ചരിത്രത്തെക്കുറിച്ചാണ്. മലയാള നാടകവേദിക്ക് വയസ്സെത്രയായി? ഗ്രീക്ക് നാടകവേദിക്ക് 2700-2800 വർഷങ്ങളുടെ പഴക്കമുണ്ടെന്ന് നമ്മളതിൽ പറഞ്ഞു. ഭാരതീയ നാടകത്തിനും നമ്മുടെ ഇന്ത്യൻ നാടകത്തിനും ഏതാണ്ട് 2500 വർഷങ്ങൾക്കപ്പുറത്ത് പഴക്കമുണ്ട്. അത്രയും പ്രായമായി എന്ന് നമുക്ക് കണക്കാക്കാം. കാരണം അതിൻ്റെ ലക്ഷണമൊത്ത ഒരു ഗ്രന്ഥമാണ്, ശാസ്ത്രീയ ഗ്രന്ഥമാണ് നാട്യശാസ്ത്രം, ഭരതമുനിയുടെ നാട്യശാസ്ത്രം. പക്ഷേ നമ്മുടെ മലയാള നാടകത്തിന് എത്ര വയസ്സായി? മലയാള നാടകത്തിന് കൃത്യം 142 വയസ്സായി. 142. എന്താണ് അതിൻ്റെ കണക്ക്? മഹാകവി കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളം എന്ന സംസ്കൃത നാടകം കേരളവർമ്മ വലിയകോയി തമ്പുരാൻ 1878 മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുന്നത്. പക്ഷേ അപ്പോൾ അദ്ദേഹത്തിന് അത് അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ല. 4 വർഷക്കാലം ഇതിന് സംവിധാനം ചെയ്യാനോ അഭിനയിക്കാനും പറ്റിയ ഒരാളെ തേടി വലിയ കോയിത്തമ്പുരാൻ നാട് നീളെ നടന്നു. കാരണം അന്ന് ഒരു നടനെ കണ്ടെത്തുക എന്നുള്ളത് ഒരു സാമാന്യ തരത്തിലുള്ള സാധാരണ നടനെ കണ്ടെത്താൻ കണ്ടെത്തിയാൽ തന്നെ അതൊരു നടനാവില്ല. അന്ന് നടനാവണമെങ്കിൽ സംഗീതം, ശാസ്ത്രീയ സംഗീതം പഠിച്ചിരിക്കണം, ക്ലാസിക്കൽ സംഗീതം പഠിച്ചിരിക്കണം. അങ്ങനെ നല്ലൊരു ഭാഗവതരായാൽ മാത്രമേ ഒരു നടനാകാൻ പറ്റൂ. പാട്ടുപാടാനും കണ്ഠശുദ്ധിയുള്ള നല്ലൊരു ശബ്ദത്തിനുടമയായിരിക്കണം നടൻ. അപ്പം അങ്ങനെ ഒരു നടനെ തേടി കേരളവർമ്മ വലിയകോയി തമ്പുരാൻ 4 വർഷക്കാലം അന്വേഷിച്ചു നടന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് 1882 മനോമോഹനം നാടക കമ്പനിയുമായി പ്രവർത്തിക്കുന്ന തിരുവട്ടാർ നാരായണപിള്ള എന്ന നാടകകാരനെ, ഭാഗവതരെ അദ്ദേഹം കണ്ടെത്തുന്നത്. അങ്ങനെ 1882 അഭിജ്ഞാന ശാകുന്തളം എന്ന മലയാള വിവർത്തന നാടകം അവതരിപ്പിച്ചു. ആ കാലമാണ് മലയാള നാടകത്തിൻ്റെ പിറവി അല്ലെങ്കിൽ മലയാള നാടകത്തിൻ്റെ ജന്മം കൊണ്ട വർഷം എന്ന് കണക്കാക്കിയിരിക്കുന്നത്. അത് വെച്ച് ഇങ്ങോട്ട് നമുക്ക് പരിശോധിക്കുമ്പോൾ 142 വയസ്സായി മലയാള നാടകവേദിക്ക്. അതെന്താ? അതിന് മുൻപൊന്നും മലയാളത്തിൽ നമ്മുടെ നാട്ടിൽ നാടകങ്ങൾ ഉണ്ടായിരുന്നല്ലേ? ഉണ്ടായിരുന്നു. ധാരാളം നാടകങ്ങൾ ആ കാലഘട്ടത്തിൽ പ്രചരിച്ചിരുന്നു, കളിച്ചിരുന്നു. കല്ലൂർ ഉമ്മൻ ഫിലിപ്പോസിൻ്റെ ആൾമാറാട്ടം എന്ന നാടകം 1866 എഴുതിയത്. പക്ഷേ ഈ നാടകലോകം അതൊരു നാടകമായിട്ട് അംഗീകരിച്ചില്ല. കാരണം അതിൻ്റെ ഒരു നാടകീയത ആ നാടകത്തെ രചനയ്ക്ക് ഉണ്ടാവില്ല എന്ന് കണക്കാക്കാം. നാടകമായിട്ട് അംഗീകരിച്ചില്ല നാടകലോകം. പിന്നീട് കൊച്ചിപ്പൻ തരകൻ്റെ മറിയാമ്മ നാടകം, വളരെ പ്രസിദ്ധമായൊരു നാടകമാണ് കൊച്ചിപ്പൻ തരകൻ്റെ മറിയാമ്മ എന്ന നാടകം. അത് 1878 അദ്ദേഹം എഴുതുന്നത്. ആ നാടകം ഇഷ്ടംപോലെ കളിച്ചിരുന്നു ആ സമയത്ത്. 1878 തന്നെ മറിയാമ്മ നാടകം കളിച്ചിരുന്നു. 1903 25 വർഷങ്ങൾക്ക് ശേഷമാണ് ആ നാടകം പുസ്തക രൂപത്തിലേക്ക് ആവുന്നത്.
പിന്നീട് ആ കാലഘട്ടത്തിൽ പാരിജാത പുഷ്പാപഹരണം, ഗുലേബക്കാവലി അഥവാ പുഷ്പലീലാവതി, രംഭാപ്രവേശം, പാണ്ഡവ വനവാസം എന്നിങ്ങനെ അനേകം നാടകങ്ങൾ നിരന്തരം കളിച്ചുകൊണ്ടിരുന്നു. ഈ നാടകത്തിൻ്റെ ഒക്കെ കയ്യെഴുത്ത് പ്രതികൾ ഉത്സവപ്പറമ്പുകളിൽ വിറ്റ് നടന്നിരുന്നു എന്നും പറഞ്ഞു വെക്കുന്നുണ്ട് ചരിത്രം. എന്നിട്ടും എന്തേ 1882 പുറത്തിറങ്ങിയ അഭിജ്ഞാന ശാകുന്തളം ആദ്യത്തെ നാടകമായി, മലയാള നാടകമായി നമ്മൾ കണക്കാക്കപ്പെട്ടത്? അതിനുത്തരം ചരിത്ര പണ്ഡിതന്മാർ തന്നെ പറയണം, എനിക്ക് പറയാൻ പറ്റില്ല. 1892 തമിഴ് നാടക സംഘം മലയാളത്തിലേക്ക് എത്തി, നമ്മുടെ കേരളത്തിലേക്ക് എത്തിയിട്ട് വളരെ പ്രചാരത്തോടുകൂടി വളരെ ഗംഭീരമായ രൂപത്തിൽ പല സ്ഥലങ്ങളിലും ടെൻറ്റ് കെട്ടി കളിച്ചുകൂടിയിരുന്ന ഒരു കാലം. പക്ഷെ അവർക്കും അവരുടേതായ തനത് നാടകം ഉണ്ടായിരുന്നില്ല. അവർ പാഴ്സി നാടകം അനുകരിച്ചിട്ടാണ് അന്ന് കളിച്ചുകൊണ്ടിരുന്നത്. പാഴ്സി നാടകം എന്ന് പറയുമ്പോൾ തമിഴ്നാട്ടിൽ നിന്നും കച്ചവടക്കാർ ബോംബെയിലേക്ക് പോകും. അപ്പോൾ ബോംബെയിൽ അന്ന് വിക്ടോറിയൻ നാടകവേദിയുടെ അനുകരണമായ ഒരു പാഴ്സി നാടകവേദി ബോംബെയിലുണ്ടായിരുന്നു. ആ നാടകം അങ്ങനെ തന്നെ കോപ്പി അടിച്ച് അവിടുത്തെ അതിൻ്റെ വേഷഭൂഷാദികളും തലപ്പാവുകളും ഒക്കെ കൊണ്ടുവന്ന് തമിഴ്നാട്ടിൽ അവരൊരു പുതിയ നാടകരൂപമുണ്ടാക്കി. ആ പാഴ്സി നാടകം പക്ഷേ തമിഴിൻ്റെ കഥ പറഞ്ഞുകൊണ്ട് അവർ ചെയ്തു. ആ നാടകസംഘം, ആ പാഴ്സി നാടകസംഘം തമിഴ്നാട്ടിൽ നിന്നും നമ്മുടെ കേരളത്തിലേക്കും എത്തി. അങ്ങനെയാണ് കേരളത്തിൽ തമിഴ്നാട്ടിൻ്റെ നാടകങ്ങൾ പ്രചാരത്തിലാവുന്നത്. പക്ഷേ നമുക്കൊരു മലയാള നാടകം അതിലൂടെ ഉണ്ടാവുന്നില്ല. നമ്മളത് അനുകരിച്ചിട്ട് നാടകം കളിച്ചുവെങ്കിലും, പിന്നീട് തമിഴ് നാടകത്തെ അനുകരിച്ച് നാടകം കളിച്ചെങ്കിലും, തമിഴ് നാടകം മലയാളത്തിൽ എഴുതിയിട്ട് അതുപോലെ തന്നെ കളിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. സ്വന്തമായൊരു നാടകവേദി നമുക്ക് കണ്ടെത്താനാവുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഈ തമിഴ് നാടകവേദി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന, കേരളത്തിൽ ഉടനീളം കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് തന്നെ അതൊരു കച്ചവട നാടക സംഘം തന്നെ ആയിരുന്നു. അങ്ങനെ കളിച്ചു കൊണ്ടിരിക്കുന്ന കാലത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം, നാടകത്തിൽ ആർക്കാണ് സ്വാധീനം, ആരുടെ പേരിലാണ് ഒരു നാടകം അറിയപ്പെടുന്നത്, എങ്ങനെയാണ് നാടകം, അതായത് കച്ചവടവൽക്കരിച്ചിട്ട് ഒരു മാർക്കറ്റിംഗ് രൂപത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്നൊക്കെ ആ കാലഘട്ടത്തിൽ ഒരു പ്രധാന വിഷയം തന്നെയാണ് ആയിരുന്നു. അതിന് നടന്മാരുടെ പ്രഭാവകാലമുണ്ടായിരുന്നു. നടന്മാരുടെ പേരിൽ നാടകം അറിയപ്പെട്ടിരുന്നൊരു കാലം, അത് വളരെ പ്രസിദ്ധമായ നടന്മാർ അക്കാലത്തുണ്ടായിരുന്നു. പിന്നീട് ഹാസ്യ കഥാപാത്രങ്ങളായ ബുഫൂൺ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ്. അപ്പോൾ ഈ ഹാസ്യ കഥാപാത്രങ്ങളുടെ പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു നാടകകാലം ഉണ്ടായിരുന്നു. പിന്നീട് അതോടൊപ്പം തന്നെ ഈ സ്പെഷ്യൽ ബഫൂണിനെ ക്ഷണിച്ചു കൊണ്ടുവന്ന് നാടകവുമായിട്ടൊരു ബന്ധവുമില്ലാത്ത അറിയപ്പെടുന്ന ഹാസ്യ നടന്മാരെ കൊണ്ടുവന്ന് നാടകത്തിൽ പ്രത്യേക വേഷങ്ങൾ ഉണ്ടാക്കിയിട്ട് അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലവും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ പ്രൊപ്രൈറ്ററുടെ, നാടക മുതലാളിയുടെ പേരിൽ നാടകത്തെ അറിയപ്പെട്ടു തുടങ്ങി. പിന്നീട് സുന്ദരികളായ നടികളുടെ പേരിൽ നാടക സംഘം അറിയപ്പെട്ടു. തമിഴ്നാട്ടിലാണ്, തമിഴ്നാട് ഇവിടെ കൊണ്ടുവന്ന് കളിക്കുന്ന നാടകങ്ങളിൽ. അങ്ങനെ ഓരോ കാലഘട്ടത്തിലും വ്യത്യസ്തമായ പ്രഭാവങ്ങളോടുകൂടിയുള്ള വ്യത്യസ്ത ആളുകളുടെ പേര് വെച്ചുള്ള നാടകങ്ങൾ അവതരിപ്പിച്ചു കൊണ്ടിരുന്നു. ഇതിനൊക്കെ തുടർച്ചയായിട്ടാണ് കേരളം മുഴുവൻ ടൂറിംഗ് തിയേറ്റർ എന്നുള്ള രൂപത്തിൽ ഈ തമിഴ് നാടകക്കാർ വന്ന് കളിച്ചു. നമ്മുടെ ആളുകൾ വളരെയധികം ആരാധനയോടുകൂടി നോക്കിക്കണ്ട ഒരു കാര്യം കൂടിയായിരുന്നു അത്. ആ രൂപത്തിലേക്ക് നാടകത്തെ
തമിഴ് നാടകത്തെ മൊത്തം നമ്മുടെ, അതായത് തമിഴ് നാടകം എന്ന് പറയുന്ന പാഴ്സി നാടകത്തെ വിക്ടോറിയൻ നാടകവേദിയുടെ സ്വാധീനമുള്ള പാഴ്സി നാടകം തമിഴ്നാട്ടിലൂടെ വന്ന് നമ്മുടെ കേരളത്തിലും വ്യാപിച്ചു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട ഒരു കാര്യം. ഇതിനോട് തുടർച്ചയായിട്ട് 1930-40 കാലഘട്ടങ്ങളിൽ ഒരു പ്രത്യേക പ്രാധാന്യം നമ്മുടെ നാടകങ്ങൾക്കുണ്ടാകുന്നു, കേരളത്തിലുണ്ടാകുന്നു. അതിലൊന്ന്, നാടകത്തെ വളരെ ഗൗരവപൂർവം കൈകാര്യം ചെയ്യണമെന്നുള്ളൊരു ബോധം കേരളീയർക്കുണ്ടാകുന്നു. നാടകത്തെ വളരെ ഗൗരവപൂർവം കൈകാര്യം ചെയ്യണമെന്നുള്ളൊരു ബോധം നമ്മുടെ മലയാളികളിൽ ഉണ്ടാകുന്നു. രണ്ടാമതായിട്ട്, സാമൂഹ്യപരമായ അനാചാരങ്ങൾക്കെതിരെയുള്ള ഒരു ഉപാധിയായിരിക്കണം നാടകം എന്നുള്ള ഒരു തീരുമാനത്തിലേക്കും നമ്മുടെ നാടകവേദി എത്തുന്നു. കാലം 1930-40 കാലഘട്ടങ്ങളിലാണ്. ഈ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് മലയാളത്തിൽ ജനകീയ നാടകവേദി എന്നുള്ളൊരു പ്രത്യേക രൂപങ്ങൾ, ജനകീയ നാടകവേദി ഒരു ഘടന തന്നെ, നാടക ഘടന തന്നെ നമുക്ക് നമ്മുടെ മുന്നിൽ ഉണ്ടാകുന്നത്. അത്തരം ജനകീയ നാടകവേദികൾ അത് പിന്നീട് പറയാവുന്നൊരു കാര്യമാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കും, മറക്കുടക്കുള്ളിലെ മഹാനരകവും, ഋതുമതിയും, തൊട്ട് പിന്നാലെ ഇങ്ങോട്ട് വരുമ്പോൾ പാട്ടവാക്യവും ഒക്കെ ജനകീയ നാടകവേദിയുടെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിൽ ജന്മം കൊണ്ടു. മറ്റൊരു സമയത്ത്, ഇനിയൊരു അവസരത്തിൽ ജനകീയ നാടകവേദിയെക്കുറിച്ച് നമുക്ക് വിശദമായി സംസാരിക്കാം എന്നുള്ളത് കൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം നിർത്തുന്നു. നമസ്തേ.